نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും റഹ്മാനായ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ കഴിവിന്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്നെന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമദാനിലെ ഏറ്റവും അവസാനത്തെ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമ്മൾ ചെയ്ത എല്ലാ പ്രവർത്തനങ്ങളെയും അഅമാലുകളെയും സ്വർഗത്തിന് ഉതകുന്ന സൽപ്രവർത്തനങ്ങളായി നമ്മൾ ഇന്ന് സ്വീകരിക്കുമാറാകട്ടെ. പോരായ്മകൾ റഹ്മാനായ നാഥൻ നമ്മൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, റമദാൻ അവസാനിക്കുന്ന ഈ ഒരു സമയത്ത് റമദാനിൽ അള്ളാഹു നമ്മൾക്ക് നൽകാം എന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ചിട്ടുണ്ട്. സ്വർഗത്തിന്റെ കവാടങ്ങൾ അള്ളാഹു തുറന്നു വെച്ചു. നരകത്തിന്റെ കവാടങ്ങൾ നമുക്കായി അള്ളാഹു അടച്ചു വെച്ചു. നമ്മൾ ചെയ്യുന്ന ചെറിയ പ്രവർത്തനങ്ങൾക്ക് പോലും അറ്റമില്ലാത്ത പ്രതിഫലങ്ങൾ നാഥൻ എഴുതി വെക്കുന്നുണ്ട്. നമ്മുടെ സാഹചര്യങ്ങളും നമ്മുടെ പരിസരങ്ങളുമെല്ലാം ദീനിയായി ജീവിക്കാൻ പറ്റുന്ന അന്തരീക്ഷമാക്കി അള്ളാഹു ആക്കി തന്നു. ഇതെല്ലാം റമദാനിൽ അള്ളാഹു നമ്മൾക്ക് നൽകാം എന്ന് പറഞ്ഞ അവന്റെ കരാറുകൾ അവൻ പൂർത്തീകരിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ റമദാന് കൊണ്ട് നേടേണ്ട രണ്ടു കാര്യങ്ങളുണ്ട്. ആ രണ്ട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേടുന്നുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തുകയും വേണം. ഒന്ന് തഖ്വയാണ്, രണ്ട് പരിപൂർണമായ പാപമോചനമാണ്. അഥവാ റമദാൻ കഴിഞ്ഞ് നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകുമ്പോൾ ഈ റമദാൻ തന്ന അള്ളാഹുവിനോട് നമ്മൾക്കുള്ള ഏറ്റവും വലിയൊരു കടമ, നമ്മൾക്ക് നമ്മളോടുള്ള ഏറ്റവും വലിയ കടമ, നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ ഹൃദയത്തിലുള്ള പൂർണ്ണമായും പാപങ്ങളും തെറ്റുകുറ്റങ്ങളും കഴുകിക്കളഞ്ഞിട്ടാണ് ഞാൻ പെരുന്നാൾ ആഘോഷിക്കുന്നത് എന്ന ഉറപ്പ് നമ്മൾക്കുണ്ടാകണം. ആ ഉറപ്പിനാണ് അള്ളാഹ് റമദാൻ തന്നത്. ഒരു പാപം പോലും ഇല്ലാത്തവനായിട്ടാണ് പുതിയ വസ്ത്രം ധരിച്ച് അത്തറ് പൂശി തക്ബീർ ചൊല്ലി നമ്മൾ ഈദ്ഗാഹിലേക്ക് പോകേണ്ടത്. ആ ഒരു ഉറപ്പ് നമ്മൾക്കുണ്ടാക്കണം എന്നത് ഏറ്റവും പ്രധാനമാണ്. എന്തുകൊണ്ടാണ് ഈ സമയത്ത് നമ്മൾ ഇത് പരിശോധിക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ സുപരിചിതമായൊരു ഹദീസുണ്ട്. മൻ അദറക റമദാൻ, ഒരാൾക്ക് അള്ളാഹു റമദാൻ കൊടുത്തു. നമ്മളെ കുറിച്ചാണ് പറഞ്ഞത്. റമദാനിൽ ജീവിക്കാനും ഇബാദത്ത് ചെയ്യാനും അള്ളാഹു ആയുസ് തന്നു. എന്നിട്ടോ ആ ഇബാദത്തുകളും അമലു സ്വാലിഹാത്തുകളും ഒക്കെ ചെയ്തു. ഫലം യുഗ്ഫർ ലഹു, എന്നിട്ട് പൂർണ്ണമായും അവളുടെ പാപങ്ങൾ പൊറുത്തു കിട്ടിയില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയും കുറ്റവും അയാൾക്കുണ്ടാകട്ടെ എന്നാണ്. ഗൗരവമുള്ളൊരു ഹദീസാണ്. നമ്മളെ സംബന്ധിച്ച് നേർക്കുനേരെ പറയുന്ന ഹദീസാണ്. റമദാൻ അവസാനിക്കുന്നതിന്റെ മുമ്പ് നമ്മുടെ ജീവിതത്തിൽ പരിഹരിക്കണമെങ്കിൽ പരിഹരിച്ചു മുന്നോട്ട് പോകേണ്ടതാണ്. ഒന്നുകൂടി ആ ഹദീസ് പറയാൻ, മൻ അദറക റമദാൻ, ഒരാൾക്ക് അല്ലാഹു റമദാനിൽ ഇബാദത്തുകൾ ചെയ്യാൻ അവസരം കൊടുത്തു. അപ്പൊ നമ്മളെ കുറിച്ചാണ്, നോമ്പ് നോൽക്കാത്തവരെ കുറിച്ചല്ല.
തറാവീഹിന് വരാത്തവരെ കുറിച്ചല്ല, ഖത്തം തീർക്കാത്തവരെ കുറിച്ചല്ല, സദഖ കൊടുക്കാത്തവരെ കുറിച്ചല്ല. എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഫലം യഗ്ഫർ ലഹു, പാപങ്ങൾ അതുകൊണ്ടൊക്കെ പുറത്തു കിട്ടിയിട്ടുണ്ട്. പക്ഷെ പൂർണ്ണമായും പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടില്ല. കംപ്ലീറ്റ് ഈ അമൽ മുഴുവൻ ചെയ്തിട്ടും, പള്ളിയിൽ വന്നിട്ടും ഖുർആൻ ഓതിയിട്ടും ദിക്റുകൾ ചൊല്ലിയിട്ടും പടച്ചവനോട് പ്രാർത്ഥിച്ചിട്ടും മുഴുവൻ പാപങ്ങളും പുറത്തു കിട്ടിയിട്ടില്ല എങ്കിൽ റഗൈമ അൻഫുഹു, പടച്ചോന്റെ ശാപം അയാൾക്കുണ്ടാകട്ടെ എന്നാണ്. ഈ ഹദീസിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. അതെന്താണെന്നറിയോ സഹോദരങ്ങളെ? നമ്മൾ നോമ്പ് നോൽക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ പുറത്തുതരുന്നുണ്ട് പടച്ചോൻ, അള്ളാന്റെ കരാറാണ്. നമ്മൾ തറാവിസ്കരിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ അള്ളാഹ് പുറത്തുതരുന്നുണ്ട്, സ്വതക്ക കൊടുക്കുമ്പോൾ പുറത്തുതരുന്നുണ്ട്. പക്ഷെ ഒരു കാര്യം നമ്മൾ തിരിച്ചറിയണം, ഇവ കൊണ്ടൊന്നും പൊറുക്കാത്ത ചില പാപങ്ങളും നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് പൊറുക്കുവാൻ അള്ളാഹുവിനോട് പ്രത്യേകമായി നമ്മൾ സമയമെടുത്ത് പടച്ചവനോട് യാചിച്ച് ആ പാപങ്ങൾ പൊരുത്തപ്പെടിപ്പിക്കാതെ നമ്മൾ ഈ റമദാൻ കഴിഞ്ഞു പോകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിക്കാൻ. ആ തേട്ടത്തിനാണ്, ആ പ്രാർത്ഥനക്കാണ്, ആ ഒഴിഞ്ഞിരിക്കലിനാണ്, ആ സംസാരത്തിനാണ് ഇസ്ലാമിൽ പശ്ചാത്താപം, തൗബ എന്നൊക്കെ പറയാ. ഖുർആനിൽ തൂബു ഇലല്ലാഹ് എന്നൊക്കെ പറയണില്ലേ, അതിതാണ്. അത് ഏതല്ല രസങ്ങളെ? നമ്മൾ സാധാരണ നിസ്കാരം കഴിഞ്ഞിട്ട് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നതല്ല കേട്ടോ. പടച്ചോനെ എനിക്ക് പുറത്തന്നെ എന്ന് സാധാരണ നമ്മൾ പറയില്ലേ, അതല്ല. അതിന് കൂലുണ്ട്, പാപങ്ങൾ പുറത്തന്നേക്കാം. പക്ഷേ നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, സ്വതക്കകൾ കൊണ്ട്, റമളാനിലെ നോമ്പുകൾ കൊണ്ട് പടച്ചോൻ പൊറുക്കാത്ത പാപങ്ങളുണ്ട്. ആ പാപങ്ങൾ പടച്ചവന്റെ മുന്നിൽ ഇരുന്ന് നമ്മൾ അള്ളാഹുവിനോട് സംസാരിച്ച് പടച്ചവനോട് നമ്മൾ യാചിച്ച് ആ പാപങ്ങൾ പൊരുത്തപ്പെടിപ്പിച്ചതിന് ശേഷം മാത്രമേ റമളാൻ കഴിയാൻ പാടുള്ളൂ. അല്ലെങ്കിൽ റഗിമ അൻഫു, പടച്ചോൻ റമളാനിൽ ഇബാദത്ത് ചെയ്തവരെ പറ്റി പറഞ്ഞു, മുഴുവനായി പാപങ്ങൾ പുറത്തു കിട്ടിയിട്ടില്ലെങ്കിൽ പടച്ചവന്റെ പക്കൽ നിന്ന് അയാൾക്ക് ശാപകോപങ്ങൾ ഉണ്ടാകും എന്ന്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ നമ്മളോട് ഇങ്ങനെ തന്നെ പറഞ്ഞത്, തൂബു ഇലല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിലേക്ക് തൗബ ചെയ്യണം. സഹോദരങ്ങളെ, അതെന്താണ്? എന്താണ് സാധാരണയായി നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന പ്രാർത്ഥനയും? നമ്മൾ ബോധപൂർവം മുഴുവൻ പാപങ്ങൾ പുറത്തു കിട്ടാൻ, നമ്മുടെ ഹൃദയത്തെ, മനസ്സിനെ സംശുദ്ധീകരിക്കാൻ, ജനിച്ച കുട്ടിയെപ്പോലെ കറയുടെ, മാലിന്യത്തിന്റെ ഒരംശം പോലും ഇല്ലാത്ത വിധം നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കാൻ നമ്മൾ നടത്തുന്ന പ്രാർത്ഥനയും നമ്മൾ വ്യത്യാസം എന്താ അറിയോ? 3 കാര്യങ്ങളോടുകൂടി പ്രാർത്ഥിക്കണം തൗബയാകാൻ, മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ. ഒന്നെന്താ അറിയോ? 1, നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന കുറ്റബോധത്തിൽ നിന്ന് പ്രാർത്ഥന ഉയരണം. 2, ആ പാപങ്ങൾ പുറത്തു കിട്ടാൻ നമ്മൾ അള്ളാഹുവിനോട് പാപം എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം. 3, ആ പാപങ്ങളെങ്ങാനും അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ അതുകൊണ്ട് നരകത്തിൽ പോകും എന്ന ഭയവും ഉണ്ടാകണം. ഒന്നുകൂടി പറഞ്ഞങ്ങളെ 3 1, നമ്മൾ തെറ്റു ചെയ്തിട്ടുണ്ട് എന്ന കുറ്റബോധത്തിൽ നിന്ന് വേണം പ്രാർത്ഥിക്കാൻ. 2, നമ്മൾ ചെയ്ത പാപങ്ങൾ എടുത്തു പറഞ്ഞ്, പൊതുവല്ല, എടുത്തു പറഞ്ഞ് സ്പെസിഫൈ ചെയ്ത് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. 3, ആ പാപങ്ങളെങ്ങാനും അള്ളാഹു പുറത്തു തന്നിട്ടില്ലെങ്കിൽ നാളെ പരലോകത്ത് അതുകൊണ്ട് നരകത്തിൽ പോകും എന്ന ഭയവും നമ്മളിൽ ഉണ്ടാകണം. നമ്മുടെ വാപ്പിയമ്മയും ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവിയും ഇസ്ലാമികമായി എങ്ങനെയാണ് ഒരു വിശ്വാസി പടച്ചോന്റെ മുന്നിൽ മുഴുവൻ പാപങ്ങളും കഴുകിക്കളയാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമുക്ക് പഠിപ്പിച്ചെന്നിട്ടാ പോയത്. ഖുർആൻ നമുക്ക് പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എപ്പോഴെങ്കിലും ഇസ്ലാമികമായി നമ്മൾ ശരിക്കിരുന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ വാപ്പിയമ്മയും അള്ളാഹു സ്വർഗത്തിലാണ് സൃഷ്ടിച്ചത്. നമ്മുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് അള്ളാഹു പറഞ്ഞയച്ചു. എപ്പോഴെങ്കിലും ആലോചിക്കണോ എത്ര തെറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ വാപ്പാനിയും മാനിയും സ്വർഗത്ത് നിന്ന് ദുനിയാവിലേക്ക് പറഞ്ഞയച്ചത്? സഹോദരങ്ങളെ, ഒരു തെറ്റ് ചെയ്തിട്ടാണ്, ഒറ്റ തെറ്റാ ചെയ്ത് അള്ളാഹു ദുനിയാവിലേക്ക് പറഞ്ഞയച്ചു. അവിടെ വെച്ച് നമ്മുടെ മാതാപിതാക്കൾ നടത്തുന്ന പ്രാർത്ഥന ഉണ്ട്. റബ്ബന, നമ്മൾക്കറിയാം, റബ്ബന വലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. 3 ഭാഗമാണ് ആ പ്രാർത്ഥനയ്ക്കുള്ളത്. റബ്ബന വലംനാ അൻഫുസനാ, അല്ലാഹുവേ ഞങ്ങൾ 100% തെറ്റു ചെയ്തവരാണ്. അതാണ് ഒന്നാമത്തെ. പടച്ചോനെ, ഞങ്ങൾ തെറ്റു ചെയ്തവരാണ്. നമ്മളെ വാപ്പിമ്മി എന്ത് പറഞ്ഞില്ലറിയോ സോങ്ങളെ? എന്ത് പറഞ്ഞില്ലറിയോ? അള്ളാഹുവേ, സ്വർഗത്തിൽ 1000 നിയമങ്ങൾ പറഞ്ഞിനല്ലോ, 999 ഞങ്ങൾ അനുസരിച്ചില്ലേ? ആ പഴം തിന്നണ്ടെന്നുള്ള ഒന്നല്ലേ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ. ആ ഒന്നിന്റെ പേരിൽ ദുനിയാവുക്ക് പറഞ്ഞേക്കാൻ മാത്രം വലിയ ഭീകരമായ തെറ്റാണോ എന്ന് ചോദിച്ചില്ല.
നമ്മൾക്ക് എവിടെ അറിയോ? നമ്മൾ അവിടെയാ നിൽക്കണ്. നമ്മുടെ ജീവിതത്തില് നമ്മളെ നമ്മളെ ആൾക്കാർ ഇടത്തെ കൈ കൊണ്ടൊക്കെ വെള്ളം കുടിക്കണ ഖുത്ബി പറയാൻ മാത്രം വലിയ തെറ്റാണോ? തെറ്റല്ല തോങ്ങളെ, തെറ്റല്ല. 20-ാമത്തെ വയസ്സിൽ കുടി തുടങ്ങിയതല്ലേ? 20-ാമത്തെ വയസ്സിൽ ഒരു ദിവസം 5 വട്ടം ഇടത് കൈ കൊണ്ട് വെള്ളം കുടിച്ച ഒരു ദിവസം 5 തെറ്റായില്ലേ? 10 ദിവസമായി 50 തെറ്റായില്ലേ? 365 ദിവസം കൊണ്ട് 1200 ചില്ലാൻ തെറ്റായി. ഒരു വർഷം ജീവിതത്തിൽ ഇന്ന് നമുക്ക് 20 കൊല്ലം കഴിഞ്ഞിക്കണമെങ്കിൽ 36,500 തെറ്റ് ഒരൊറ്റ കൈകൾ കൊണ്ട് ചെയ്തിട്ട് നമ്മൾ ചോദിക്കാണ് അതിന് മാത്രം വലിയ തെറ്റാണോ? ഇതാണ് പ്രശ്നം. ഇതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. കയ്യുമെന്ന് ഇടത്തെ കയ്യെ തുടങ്ങിയിട്ടുള്ളൂ അല്ല എണ്ണാൻ. ഒരു 20 കൊല്ലങ്ങൾ കൊണ്ട് 36,500-ലധികം തവണ തെറ്റ് ചെയ്ത് നമ്മൾ എപ്പോഴും ചോദിക്കാണ് അതിന് മാത്രം വലിയ തെറ്റാണോ? നമ്മളെ വാപ്പിമ്മി ഒരു തെറ്റാ ചെയ്ത്. എന്നിട്ട് അല്ലാണ്ട് പറയാൻ, പടച്ചോനെ നീ ഞങ്ങളെ സ്വർഗാവകാശിയാക്കി, പടച്ചോനെ നീ ഞങ്ങൾക്ക് ഔറത്ത് മറക്കാൻ വസ്ത്രം തന്നു, ഈ ലോകത്തെ ആദ്യത്തെ പുരുഷനും സ്ത്രീയുമായി ഞങ്ങൾ നീ പടച്ചു, ഞങ്ങൾ ഒരിക്കൽ പോലും ഒരു തെറ്റും ചെയ്യാൻ പാടില്ലായിരുന്നു. തെറ്റ് ചെയ്തു പടച്ചോനെ, ഞങ്ങൾ തെറ്റ് ചെയ്തു. റബ്ബനാ ളലംനാ അൻഫുസനാ വല്ലം തഗ്ഫിർ ലനാ വതർഹംനാ. അതിന്റെ അർത്ഥം എന്താ അറിയോ? ഇർഹംനി യാ അല്ലാഹ്, ഇഗ്ഫിർ ലി യാ അല്ലാഹ്. പടച്ചോനെ ആ ഒരു പാപം നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണമേ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. ഇനി അതെങ്ങാനും നീ പുറത്തു വന്നിട്ടില്ലെങ്കിലോ ലനകൂനന്ന മിനൽ ഖാസിരീൻ, ഉറപ്പായിട്ടും പടച്ചോനെ ആ ഒരു പാപത്തിന്റെ പേരിൽ ഞങ്ങൾ കുറ്റവാളിയാകും, നരകത്ത് പോകേണ്ടി വരും. ഇങ്ങനെ ഒരു പ്രാർത്ഥന, ഇങ്ങനെ ഒരു മനസ്സിൽ നിന്ന് നമ്മൾ ചെയ്തിട്ടുള്ള പ്രാർത്ഥന അള്ളാഹുവിന്റെ മുന്നിൽ വെച്ച് നമ്മൾ നിർവഹിച്ചിട്ടുണ്ടോ? റമദാനിൽ 10-20 ചില്ലാനം നോമ്പ് നോറ്റിട്ട് എന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കാണണം. എങ്കിലേ അള്ള പാപം പൊറുക്കുള്ളൂ, എങ്കിലേ അള്ള പരിപൂർണമായ പാപം പൊറുക്കുള്ളൂ. ആ പരിപൂർണമായ പാപം പൊറുത്തെങ്കിലേ പെരുന്നാളിന് പോകാൻ നമ്മൾ യോഗ്യരാവുകയുള്ളൂ. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മുടെ ഫോൺ എടുത്തിട്ട് പടച്ചോനെ കഴിഞ്ഞ 11 മാസം ഈ ഫോണില് നിനക്കിഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായി അർദ്ധനഗ്നയോ മുക്കാൽ നഗ്നയോ ആയ സ്ത്രീ പുരുഷന്മാരുടെ വീഡിയോകൾ, ചിത്രങ്ങൾ, റീൽസുകൾ പടച്ചോനെ ഞാൻ കണ്ടിക്കണ്. ഇന്റെ ചങ്ങായിമാരൊപ്പം ഇന്റെ റൂമിന്ന് അങ്ങാടിന്ന് ഏതായാലും നന്മയുടെ ത്രാസിലേക്ക് കനം തൂങ്ങാത്ത എത്രയോ കാര്യം ഇന്റെ ഫോണിൽ പടച്ചോനെ കഴിഞ്ഞ 11 മാസമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. റഹ്മാനായ നാഥ, ആ കണ്ടത് മുഴുവൻ അതിൽ തോന്നിയാസുണ്ട്, വൃത്തികേടുണ്ട്, നരകം കിട്ടുന്ന കാര്യമുണ്ട്, ഹറാമായ കാര്യമുണ്ട്, കറാഹത്തായ കാര്യമുണ്ട്. പടച്ചോനെ അതെല്ലാം നാളെ പരലോകത്ത് യൗമത്തുബില സറായിർ നീ കൊണ്ടുവരികയാണെങ്കിൽ അങ്ങാടിക്കാരെ, ഭാര്യ ഭർത്താക്കന്മാരെ, ഇന്റെ വാപ്പാന്റെ, എന്റെ അമ്മാന്റെ, എന്റെ പെങ്ങന്മാരെ, എന്റെ മക്കളെ, ഇന്റെ മഹല്ലിലെ ആൾക്കാരെ മുഴുവൻ മുന്നിൽ നീ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ ഈ 11 മാസം ഞാൻ ഫോണിൽ കണ്ടതുകൊണ്ട് മാത്രം, ഈ 2 കണ്ണുകൾ കൊണ്ട് വ്യഭിചരിച്ചത് കൊണ്ട് മാത്രം എനിക്ക് നരകം കിട്ടും പടച്ചോനെ. നീ കൊണ്ടുവരല്ല പടച്ചോനെ, അത് നീ നാളെ പരലോകത്ത് പ്രദർശിപ്പിക്കല്ല പടച്ചോനെ, അതെനിക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം പടച്ചോനെ എന്ന ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം ഈ ഒരു 20 ചില്ലാനം നോമ്പ് നോറ്റിനിടക്ക് ഒരു തവണ നമ്മൾ തേടിക്കണമെങ്കിൽ അൽഹംദുലില്ലാ. ഇല്ലെങ്കിൽ നമ്മളെ തേടണം, സമയമുണ്ടാകണം. അല്ലാതെ പെരുന്നാക്ക് പോകരുത്. നമ്മൾ മോളിൽ കൂടെ അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറഞ്ഞ മാത്രല്ല, പടച്ചോനെ പുറത്തെന്ന് പറഞ്ഞ മാത്രല്ല, നമ്മൾ ചെയ്ത തെറ്റിനെ പടച്ചോന്റെ മുന്നിൽ എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണം. അതിനാണ് പശ്ചാത്താപം എന്ന് പറയാ. അതിനാണ് അല്ലാഹ് കംപ്ലീറ്റ് പാപം പൊറുക്കാന്ന് പറഞ്ഞാൽ ആ കംപ്ലീറ്റ് പാപം പൊറുക്കാൻ തന്നതാണ് റമദാൻ. അല്ലാതെ പകുതി പൊറുക്കാനല്ല, കാഭാഗം പൊറുക്കാനല്ല, നോമ്പോണ്ട് തറാവിയോണ്ട് മാത്രമുള്ളത് പൊറുക്കാനല്ല. ജീവിതത്തിൽ മനഃശുദ്ധിയായി പരിപൂർണമായി മിഅയായി ഈ റമദാനിനെ കഴിഞ്ഞ് പെരുന്നാക്ക് പോണം. ഖൈബർ യുദ്ധം നടക്കുകയാണ്. ഖൈബർ യുദ്ധത്തിൽ ഒരാൾ മരണപ്പെട്ടു. അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ഇസ്ലാമിന് വേണ്ടി പോരാടിയതാണ്. സഹാബാക്കൾ പറഞ്ഞു, ഫുലാൻ ഷഹീദ്, അയാൾ ഷഹീദായില്ലേ നബിയെ, അയാൾ ഷഹീദായില്ലേ. ഉടനെ പ്രവാചകൻ കുറച്ചിറങ്ങുന്നു. പ്രവാചകൻ വഹി ഇറങ്ങി. പ്രവാചകൻ പറയട്ടോ, കല്ലാ, ഇനി നിങ്ങൾ പറയില്ലേ, ഇനി അദ്ദേഹം ഷഹീദാന്ന് പറയില്ലേ. ഇന്നി റഅയ്തുഹു, അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു വഹയിലൂടെ, ഫിന്നാർ, അദ്ദേഹം നരകത്തിൽ പോകുന്നത്. എന്തേ കാരണം? ഫീ ബുർദത്തിൻ ഗല്ലാഹ, അദ്ദേഹം മറ്റൊരാളുടെ വസ്തു അയാളുടെ അനുവാദമില്ലാതെ അയാൾ കൈവശപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ശിക്ഷ കഴിയാതെ അദ്ദേഹത്തിന്റെ ഷഹാദത്ത് പോലും അല്ലാഹ് പരിഗണിക്കൂല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ ജീവിതത്തിലെ
നമുക്ക് പടച്ചോന്റെ മുന്നിൽ പറയാല്ലേ, പടച്ചോനെ ബോധമില്ലാത്ത കാലത്ത് കച്ചവടം നടത്തിയപ്പം എത്രയോ മനുഷ്യന്മാരെ പൈസ ഞാൻ വാങ്ങിച്ചിക്കണ്, ബോധം വന്നപ്പോഴേക്കും പലരും മരിച്ചു വയ്ക്കണ്, പലരിന്റെ കൈനട്ടത്തിലില്ല, ഓലൊക്കെ പൈസ കൊണ്ട് ഞാൻ എന്റെ കുടുംബം നടത്തിക്കണ്. പടച്ചോനെ ആ പൈസന്റെ കുറ്റക്കപ്പാട് നാളെ പരലോകത്തേക്ക് വന്നാൽ എന്ന് നമ്മുടെ മനസ്സിൽ തോന്നണ്ടേ? ഉമ്മാരെ, സഹോദരിമാരെ, എത്രയോ ആൾക്കാരെ വീട്ടിൽ നിന്ന് വാങ്ങിയതും എഴുതാൻ വാങ്ങിയതും നമ്മുടെ ജീവിതത്തിൽ സ്വതക്ക വാങ്ങിയതും നമ്മുടെ ജീവിതത്തിൽ താൽക്കാലികമായി ഉപയോഗിക്കാൻ വാങ്ങിയതുമായ എത്രയോ കാര്യങ്ങൾ തിരിച്ചെടുക്കാതെ എപ്പോഴും പേരില്ലേ? ഇല്ലേ? ഷഹീദായ ഒരാളുടെ സ്വർഗം നിഷേധിക്കുന്ന തെറ്റായി അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച ഭീകരമായ കുറ്റാണിത്. ഭീകരമായ കുറ്റം. ഖുർആന്റെ വാക്കെന്തറിയോ? ഭീകരമായ കുറ്റമാണെന്നാണ്. ആ തെറ്റ് നമ്മുടെ ജീവിതത്തിൽ ബോധമില്ലാത്ത കാലത്തോ ബോധം വന്നിട്ടോ നമ്മൾ നിസ്സാരമാക്കിയിട്ടോ പലരും പൈസ, പലരും സമ്പത്ത്, പലരും വസ്തുക്കൾ, പലരും നമുക്ക് തന്നത് തിരിച്ചെടുക്കാതെ എപ്പോഴും വീട്ടിലും അവനാന്റെ കീശയിലും അവനാന്റെ കടിയിലുമായിട്ട് നമ്മൾ റമദാൻ കഴിഞ്ഞു പോകുമ്പം ഒരു വട്ടെങ്കിലും അല്ലാണ്ട് പ്രാർത്ഥിക്കേണ്ട, പടച്ചോനെ ജീവിതത്തിൽ ഞങ്ങൾ ചെയ്ത ഇബാദത്തുകൾ നഷ്ടപ്പെടാതിരിക്കാൻ, ഞങ്ങൾ നോറ്റ നോമ്പ് നഷ്ടപ്പെടാതിരിക്കാൻ, തറാവിന്റെ കൂലി പോകാതെക്കാൻ, നാഥ വിവരമില്ലാത്ത ബോധമില്ലാത്ത ഈമാനില്ലാത്ത കാലത്ത് ഞങ്ങൾ ആ ചെയ്ത തെറ്റുകൾ പടച്ചോനെ നീ പുറത്തരണം, പരലോകത്ത് കൊണ്ടല്ലേ, പടച്ചോനെ ഞങ്ങളുടെ അമലുകൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥ ഉണ്ടാകല്ലേ എന്ന് നമ്മൾ തേടേണ്ട കൂട്ടരെ. ഇത് തേടാതെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണഗതിയിൽ പെരുന്നാക്ക് പോവുക എന്നാൽ റമളാൻ നഷ്ടപ്പെടും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആന്റെ വാക്ക് തൂബു ഇലല്ലാഹി ജമീഅൻ, അല്ലയോ വിശ്വാസികളെ പടച്ചോനിലേക്ക് തൗബ ചെയ്യണം. അത് വീണ്ടും പറയട്ടോ, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയലല്ല, പടച്ചോനെ പുറത്തെന്ന് പറയലല്ല. നേരത്തെ പറഞ്ഞ പോലെ എന്റെ തെറ്റ് ഞാൻ അഡ്മിറ്റ് ചെയ്ത് പടച്ചോനോട് എടുത്തു പറഞ്ഞു പ്രാർത്ഥിക്കണാണ് തൗബ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് നോക്കൂ, തൂബു ഇലല്ലാഹ്, അങ്ങനെ പ്രാർത്ഥിക്കണം. അല്ലാഹുവിനോട് അയ്യുഹൽ മുഅ്മിനൂൻ, യഥാർത്ഥ വിശ്വാസികളെ, ലഅല്ലക്കും തുഫ്ലിഹൂൻ, എങ്കിലേ പരിപൂർണമായ വിജയം കൈവരിക്കാൻ കഴിയൂ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, ആ പ്രശ്നം നമ്മൾ പരിഹരിച്ചു പോകണം. എന്തുകൊണ്ടാ നമ്മൾ എപ്പോഴെങ്കിലും ആലോചിക്കണോ? ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കുന്ന, ശരിക്കും നമ്മളെ കൂടെ ഉണ്ടാകട്ടോ, ഇത്രയും കഷ്ടപ്പെട്ട് നോമ്പ് നോൽക്കണ, കൃത്യമായി സക്കാത്ത് കൊടുക്കണ, ഇത്രയും ദാനധർമ്മങ്ങൾ ഓരോ വക്തിന് ഇവിടെ വരുന്ന പിരിവുകാർക്ക് കൊടുക്കണ, പള്ളിക്കൽ ക്ഷീണിച്ച് വന്നിട്ട് തറാവി നിസ്കരിക്കണ, എന്നിട്ടും നമ്മളെ കുടുംബത്തെ നോക്കുന്ന പണിക്ക് പോണേ. നമ്മുടെ ജീവിതത്തിൽ എന്തുകൊണ്ടാണ് ഒരു 10 മിനിറ്റ് ശരിക്കാലേക്കണം, ഈ പറഞ്ഞ കാര്യത്തിന്റെ 10-1 മതി, 10 മിനിറ്റ് പള്ളിക്കിരുന്നിട്ട് പടച്ചോനോട് അവനാന്റെ കാര്യം ഇങ്ങനെ പറയാൻ, വെറും 10 മിനിറ്റ്. പക്ഷെ ആ 10 മിനിറ്റ് എന്തോന്നും നടക്കാത്ത എന്തെങ്കിലും ആലോചിക്കണം. തറാവിന്റെ അത്ര ഏതായാലും വേണ്ടല്ലോ, 1 മണിക്കൂർ 3/4 മണിക്കൂർ വേണ്ട തറാവി. തൗബ ചെയ്യാൻ പടച്ചോന്റെ മുന്നിൽ മിനിമം ഒരു 15-10 മിനിറ്റ് ഇരുന്നാൽ മതി. അള്ളാഹിനോട് പടച്ചോനെ ഇന്റെ ജീവിതത്തിൽ ഓരോ ദിവസം പറഞ്ഞാൽ മതി, 10 മിനിറ്റ് മതി. നോമ്പ് 12 മണിക്കൂറാണ്, തൗബ ചെയ്യാൻ 10 മിനിറ്റ് 15 മിനിറ്റ് മതി. നടക്കണില്ലല്ലോ. എന്താ നടക്കാത്ത അറിയോ? അവിടെയാണ് നമ്മൾ വഞ്ചിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, നമ്മൾ തിരിച്ചറിയാത്ത. ശൈത്താൻ നമ്മളെ അരക്കിങ്ങനെ പിടിച്ചേക്കാണ്. ലോകത്ത് ശൈത്താൻ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വെറുക്കണ കാര്യം എന്താ അറിയോ? നമ്മളെ അള്ളാഹു സ്നേഹിക്കുക, നമ്മൾ സ്വർഗത്ത് പോവുക. ഇതാണല്ലോ ശൈത്താന്റെ ഏറ്റവും വലിയ, ഈ ദുനിയാവിലെ ഏറ്റവും വലിയ പരാജയവും ശൈത്താന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദേഷ്യവും നമ്മളെ അള്ളാഹ് സ്നേഹിക്കുകയും നമ്മൾ സ്വർഗത്ത് പോവുകയും ചെയ്യാന്നുള്ളതാണ്. എങ്കിൽ ഖുർആന്റെ വാക്ക് എന്താ അറിയോ? പടച്ചോന്റെ വാക്ക് ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ വയുഹിബ്ബുൽ മുതതഹിരീൻ. പടച്ചോന് 5, 10, 15 മിനിറ്റ് ഇരുന്ന് സ്വന്തം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മനസ്സ് പൂർണ്ണമായും കഴുകിക്കളയുന്ന ഒരാളെ അള്ളാഹ്ക്കിട്ടാൻ, പടച്ചോനിട്ടാൻ. അള്ളാഹ്ക്കിട്ടെന്ന് പറഞ്ഞ ശൈത്താന് വെറുപ്പാൻ. അടുത്ത വാക്ക് എന്തറിയോ? അടുത്ത വാക്ക് ഇല്ലാ മൻ താബ് വആമന വഅമില സ്വാലിഹൻ ഫഉലൈക യദ്ഖുലുൽ ജന്ന. തൗബ ചെയ്ത് ശുദ്ധീകരിക്കുന്ന ഒരാൾ, അയാൾക്ക് അല്ലാഹു സ്വർഗം കൊടുക്കും. അപ്പൊ തൗബ ചെയ്യുന്നവനെ പടച്ചോനിഷ്ടം, തൗബ ചെയ്യുന്നവൻ അല്ലാഹു സ്വർഗം കൊടുക്കും. ഇത് രണ്ടും ആർക്ക് സഹിക്കൂല അറിയോ? ശൈത്താൻ സഹിക്കൂല. അതിൽ ശൈത്താൻ എന്താ ചെയ്യാ? തൗബ നടക്കരുത്. തൗബ നടന്നിട്ടില്ലെങ്കിൽ നോമ്പ് കൊണ്ട് തൃപ്തിപ്പെടും, തറാവി കൊണ്ട് തൃപ്തിപ്പെടും, നമ്മുടെ സ്വതക്ക കൊണ്ട് തൃപ്തിപ്പെടും. അതുകൊണ്ട് പൂർണ്ണമായും പാപങ്ങൾ പുറത്തു കിട്ടി എന്ന് ധരിക്കും. പൂർണ്ണമായും പാപങ്ങൾ പുറത്തു കിട്ടാതെ റമളാന് കൊണ്ട് കുറ്റം വാങ്ങുന്നവരായി നമ്മൾ ഇവിടെ നിന്ന് പെരുന്നാളിലേക്ക് പോകും. ശൈത്താൻ ഉദ്ദേശിച്ചതാണ്. അതിന് ശൈത്താൻ എവിടെ പിടിച്ചറിയോ? തൗബ ചെയ്യണ്ടെന്ന് നമ്മൾ കേൾക്കൂല. ഒന്നാമത്തീമ പിടിച്ചു. അതെന്താ ഒന്നാമത്തത്? നമ്മൾ തെറ്റു ചെയ്തു എന്ന കുറ്റബോധം ഉണ്ടാകണം, എങ്കിലേ തൗബ നടക്കുള്ളൂ. അവിടെ ശൈത്താൻ പിടിച്ചു. ഇവിടെ എന്താ അറിയോ? അതിന് പകരം
ഒരു സാധനം ശൈത്താൻ നമ്മുടെ മനസ്സിൽ വെച്ചെന്നു. അതിന്റെ പേരാണ് ഇഅ്ജാബുൽ മർഅ്. ഇഅ്ജാബുൽ മർഅ് ആണ് ശൈത്താൻ വെച്ചത്. എന്താ ഇഅ്ജാബുൽ മർഅ് കാരണം എന്താ അറിയോ? ഞാൻ തിരക്കടില്ല എന്നുള്ള ബോധം. ഞാൻ തിരക്കടില്ല എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലേക്ക് ശൈത്താൻ വെച്ചെന്നു. അത് വെച്ചെന്നാൽ മരിക്കും വരെ തൗബ നടക്കൂല. എന്താ സുഖത്തിന്റെ പ്രത്യേകത അറിയോ? ഇഅ്ജാബുൽ മർഅ് എന്ന് പറഞ്ഞാൽ ഫഇന്നൽ അജബ, നമ്മുടെ മനസ്സിൽ ഇഅ്ജാബുൽ മർഅ് ഉണ്ടായാൽ, ഞാൻ തിരക്കടില്ല എന്നുള്ള ചിന്ത ശൈത്താൻ നമുക്ക് വെച്ചെന്നതിന്റെ കൂടെ നമ്മൾ സഞ്ചരിച്ചാൽ യംനഉ സ്വാഹിബുഹു മിനത് തൗബ, അവന്റെ ജീവിതത്തിൽ തൗബ നടക്കൂല, കഴിഞ്ഞില്ല. എന്തേ കാരണം? ലിഅന്നഹു യറാ നഫ്സഹു മുഹ്സിന, ഞാൻ സംഭവാന്ന് എനിക്ക് തോന്നും, ഞാൻ സംഭവാന്ന് എനിക്ക് തോന്നും. രണ്ടോ വലാ യറാ ഗംബഹു, ഞാൻ ചെയ്യുന്ന കുറ്റം എനിക്ക് കുറ്റമായിട്ട് തോന്നൂല. നമ്മൾ കണ്ടില്ല, തൗഹീദുള്ളവരാണ് പറഞ്ഞത്. ബാക്കിയുള്ള കട്ടെ പള്ളിന്റെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇങ്ങനെ എന്നാണ്ട് നമ്മൾ പറയട്ടെ, നമ്മളിങ്ങനെ കൈ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ പറയാം. നമ്മളെല്ലാരും പറഞ്ഞ വാക്ക് പറയണേ, കൈ ഇങ്ങനെ വെക്കും. ഞാൻ ശിർക്ക് ചെയ്യണില്ല, ബിദ്അത്ത് ചെയ്യണില്ല, ഖുറാഫാത്ത് ചെയ്യണില്ല, ഞാൻ ബലാത്സംഗം ചെയ്തിട്ടില്ല, ഞാൻ ആരും കൊന്നിട്ടില്ല, ഞാൻ ആരെ വളച്ചിട്ട് എടുത്തിട്ടില്ല. ഇതിന്റെ അർത്ഥം എന്താ? ഞാൻ സെറ്റപ്പാണ്. അടുത്ത വാക്കെന്താ? അടുത്ത വാക്കെന്താ? ബാക്കിയൊക്കെ പിന്നെ മനുഷ്യന്മാർക്ക് വരുന്നല്ലേ, മരക്കളന്നല്ലോ. അതിനല്ലേ തൗബ, അതിനല്ലേ സ്വർഗം, അതിനല്ലേ നരകം. ഈ സാധനമാണ് ശൈത്താൻ പിടിച്ചു എന്നുള്ളതിന്റെ ഒന്നാമത്തെ അടയാളം. ഒന്നാമത്തെ അടയാളമാണ്. ചില ആൾക്കാർ എന്തുവരെ പറയുന്നവരോ, ഞാൻ മോശമാക്കി പറയലെടുത്തോളെ, എന്തുവരെ പറയുന്നവരോ, പിന്നെപ്പോ ഏതായാലും സ്വർഗത്തിൽ കുറച്ച് മനുഷ്യന്മാരൊക്കെ വേണ്ടേ? ഈ ഭാഗത്ത് നോക്കുമ്പോ ശിർക്കും ബിദഅത്തൊക്കെ ചെയ്യാത്തപ്പോ നമ്മൾ തന്നെ ഉള്ളൂ, നമ്മളും കൂടി സ്വർഗത്തില്ലെങ്കിൽ നബി സഹാബാക്കളും ആകെ ഒറ്റപ്പെടും. അവിടെ കോമഡി ആയിട്ട് പറയാണ്. അതിന്റെ അർത്ഥം എന്താ സുഖങ്ങളെ? ഈ പോക്ക് കുഴപ്പമില്ല, ഞാൻ അത്യാവശ്യം മെച്ചാണ് എന്നാണ്. ഇതിനാണ് ഇഅ്ജാബുൽ മർഅ്. പ്രവാചകന്റെ ഹദീസ് എന്നറിയോ? സലാസുൻ മുഹ്ലികാത്ത്, 3 സ്വഭാവങ്ങൾ ഒരാളിൽ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ഒന്നുണ്ടായ മതി, അവൻ നശിക്കാൻ തുടങ്ങി, സ്വർഗത്തിൽ നിന്ന് താഴ്ത്തിക്കിറങ്ങാൻ തുടങ്ങി, അമല് പൊട്ടാൻ തുടങ്ങി, അമലുകൾ ചെയ്തത് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥയ്ക്ക് എത്തും. ആരാണ് നബി അത്? ഒന്നെന്താ പറഞ്ഞറിയോ? ഒന്നാമത്തത് ഇഅ്ജാബുൽ മർഅ് ബിനഫ്സിഹി. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ തിരക്കടില്ല, ഞാൻ ഖുറാഫാത്ത് ചെയ്യണില്ല, ബലാത്സംഗം ചെയ്തിട്ടില്ല, കൊന്നിട്ടില്ല, പിന്നെ മനുഷ്യന്മാരല്ലേ എന്ന് തോന്നിയാൽ, സഹാബാക്കൾക്കിടയിൽ അങ്ങനെ ഒരു സംസാരം ഉണ്ടായി. നമ്മൾ ഈ പറയുന്ന സംസാരല്ലേ, അങ്ങനെ ചെറുങ്ങനെ തോന്നി. ഓൾക്ക് തോന്നാൻ കാരണമുണ്ട്. ഓലെ മനസ്സ് തോന്നിയതാട്ടോ. എങ്ങനെ അറിയോ? നബിയെ, ഞങ്ങൾ നിങ്ങളെ ഖുത്ബല്ലേ കേൾക്കുന്നത്, നബിയെ ഞങ്ങൾ നിങ്ങളെപ്പോഴല്ലേ ജീവിക്കുന്നത്, നബിയെ ഞങ്ങൾക്കല്ലേ ഖുർആൻ ഇറങ്ങണത്, നബിയെ ഞങ്ങൾക്കല്ലേ ഹദീസ് ഇറങ്ങണത്, നബിയെ ഞങ്ങളല്ലേ നിങ്ങളെപ്പം ഹിജ്റ പോയത്, നബിയെ ഞങ്ങളല്ലേ നിങ്ങളെപ്പം ബദറിൽ പങ്കെടുത്തത്, നബിയെ നിങ്ങളെ ഖുത്ബയും ക്ലാസ് ഒക്കെ ഞങ്ങളല്ലേ കേൾക്കുന്നത്, ഞങ്ങൾക്ക് സംശയങ്ങളേക്ക് നല്ല തീർക്കേണ്ടത്. അതുകൊണ്ട് അത്യാവശ്യം ഞങ്ങൾ കുഴപ്പമില്ലല്ലോ, ഞങ്ങളെപ്പറ്റി അള്ളാഹ് പറഞ്ഞിക്കണല്ലോ, റളിയല്ലാഹു അൻഹും വറളു അൻഹും. ന്യായമായ സംശയമാണ്, ന്യായമായത്. നമ്മളെ നബി എന്താ ചെയ്തറിയോ? അവരും കൊണ്ട് നേരെ ഒരു മരുഭൂമിക്കാണ് പോയി. മരുഭൂമി പോയിട്ട് സഹാബാക്കളെ 3 വിഭാഗം, 3 ടീമാണാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ മരുഭൂമിയിലോട് നിന്നിട്ട് പറഞ്ഞേ, സഹാബാക്കളെ മരുഭൂമിയുടെ ചുറ്റുഭാഗത്തേക്ക് നോക്കൂ, വല്ല മാലിന്യങ്ങളും നിങ്ങൾ കാണുന്നുണ്ടോ? സഹാബാക്കൾ ഇങ്ങനെ നോക്കി. സഹാബാക്കൾ നബിയെ ഒരു മാലിന്യവും കാണില്ല എന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ടീമാക്കി. മാലിന്യം കാണില്ല എന്ന് പറയുമ്പോൾ 3 ടീമാക്കി. എന്നിട്ട് 3 ടീമിനോട് പറഞ്ഞു, ഒരു ടീമിനോട് വന്നിട്ട് പറഞ്ഞു, മരുഭൂമി നിങ്ങൾ 1 മണിക്കൂർ ഏകദേശം തരയാ, എന്നിട്ട് ഈ ഒടിഞ്ഞ ദ്രവിച്ച ഏതെങ്കിലും മരക്കമ്പുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭാഗത്ത് കൊണ്ടുപോയി വെക്കണം, നിങ്ങൾ അത് മാത്രം എടുത്താൽ മതി. രണ്ടാമത്തോട് കരിയിലകൾ പോലെ എന്തെങ്കിലും അതുപോലെയുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ, കൈകൾ കൊണ്ട് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ ഈ ഭാഗത്ത് വന്ന് കൂട്ടണം. മൂന്നാമത് ടീമിനോട് പറഞ്ഞു, ഈ മരക്കൊമ്പുകളും കരിയിലകളും അല്ലാത്ത, കൈകൾ കൊണ്ട് നജസല്ലാതെ എടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും മറ്റു മാലിന്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് കൂട്ടണം. 1 മണിക്കൂറാ കഴിഞ്ഞ്. 1 മണിക്കൂർ കഴിഞ്ഞപ്പം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ 3 മാലിന്യങ്ങളുടെ കൂമ്പാരം നിറഞ്ഞു. 3 മാലിന്യങ്ങളുടെ കൂമ്പാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ ആ മാലിന്യ കൂമ്പാരങ്ങളുടെ ചുറ്റും നിർത്തിയിട്ട് ഒറ്റ വാക്കാ പറഞ്ഞു, കദാലിക അദ്ദുനൂബു തദ്ഹറു യൗമുൽ ഖിയാമ. സഹാബാക്കളെ, ഇപ്രകാരമായിരിക്കും നമ്മുടെ പാപങ്ങൾ നാളെ പരലോകത്ത് അല്ലാഹ് കൊണ്ടുവരിക. എന്താ പറഞ്ഞറിയോ? നിങ്ങൾ ഒറ്റ നോട്ടത്തിൽ നിങ്ങൾ എന്ന മരുഭൂമികൾ നോക്കിയപ്പോ എന്താ പറഞ്ഞ? ഒന്നും കാണാനില്ല, ഒന്നും കാണാനില്ല. നിങ്ങൾ പറഞ്ഞെടുത്ത് 1 മണിക്കൂർ വെറും മനുഷ്യരായ നമ്മൾ ഒരുമിച്ച് തെരഞ്ഞപ്പം 3 മാലിന്യങ്ങളുടെ കൂമ്പാരങ്ങൾ കണ്ടെങ്കിൽ 19 കൊല്ലത്തെ രഹസ്യവും പരസ്യവും ഫോണും ചങ്ങായിമാരൊപ്പുള്ളതും അവനാന്റെ വീട്ടിലെയും അവനാന്റെ കൂട്ടുകാരുടെ കൂടെയുള്ള ഓരോന്നോരോന്ന് സാമ്പത്തികം, വൈയക്തികം, ശാരീരികം, ദാമ്പത്യം പടച്ചോൻ ഓരോന്നോരോന്ന് കൊണ്ടെന്നാൽ കിൻഡൽ കണക്കിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര പാപങ്ങൾ ഉണ്ടാകും.
പാപങ്ങളില്ലല്ലോ, ഞങ്ങൾ സെറ്റപ്പാണല്ലോ എന്ന മനസ്സ്, എന്ന ചിന്ത ശൈത്താനിയത്തുന്നാൾ നബിയോട് പഠിപ്പിച്ചു. നമുക്ക് പാപങ്ങളില്ലാതെ ഇല്ലാന്ന് ആരമോടി പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ ചെയ്യുന്നത് പാപമല്ലാന്ന് തോന്നിപ്പിക്കാണ് ശൈത്താൻ. ബിലാൽ റളിയല്ലാഹുവിനെ കറുത്തവന്റെ മോനെ എന്ന് വിളിച്ചു അബൂദർ റളിയല്ലാഹു. അപ്പൊ തന്നെ മാപ്പ് ചോദിച്ചു. ഈ വിഷയം നബിന്റെ അടുക്കിലേക്ക് എത്തി. നബി എന്താ പറഞ്ഞു? ഒറ്റ വാക്കനെ പറഞ്ഞ്, അബൂദറേ ഇന്നക ഇംറഉൻ ഫീക ജാഹിലിയ, ജാഹിലിയത്തിന്റെ ചളിക്കുണ്ടിൽ നിന്ന് അബൂദറേ നീ ഇതുവരെ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല. ഞങ്ങള് ജാഹിലിയത്ത് നിന്ന് വന്നിട്ടില്ല എന്ന് പറയാൻ മാത്രം അബൂദർ എന്താ പറഞ്ഞു? രണ്ടല്ലെന്ന് പറഞ്ഞോ? രണ്ടല്ലെന്ന് പറഞ്ഞോ? പരിശുദ്ധ ഖുർആന്റെ പകുതിയെ ഞാൻ അംഗീകരിക്കുള്ളൂ എന്ന് പറഞ്ഞോ? മുഹമ്മദ് നബിക്ക് ശേഷം ഇന്നത്തെ ഖാദിയാനികൾ വാദിക്കുന്ന പോലെ മറ്റൊരു പ്രവാചകൻ ഉണ്ട് എന്ന് പറഞ്ഞോ? ഇല്ല. പിന്നെന്തേ ഇപ്പോൾ അബൂജഹലിന്റെ ഒപ്പാണ് മുഹമ്മദ് നബിയിലേക്ക് എത്തിയില്ല എന്ന് പറയാൻ കാരണം എന്താ? മറ്റൊരാളെ അയാളുടെ മനസ്സിന് ഇഷ്ടമില്ലാത്ത പേര് വിളിച്ച് അയാളെ സങ്കടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അബൂദറേ ഈ പൂർണ്ണ മുസ്ലിം അല്ല. നീ വിളിച്ച വാക്കെങ്ങാനും കടലിൽ കലക്കിയാൽ കടലിലെ മുഴുവൻ മത്സ്യങ്ങൾ ചത്തുപൊന്തുമാറ് ഭീകരമാണ് വാക്ക്. മറ്റൊരു സന്ദർഭത്തിൽ നബി പറഞ്ഞ വാക്കാണത്. നിങ്ങളൊന്ന് ആലോചിക്കും, നമ്മുടെ വാക്കുകൊണ്ട് കരഞ്ഞെത്ര മനുഷ്യന്മാരുണ്ട് ഈ നാട്ടില് ഇല്ലേ? നമ്മളെ വാക്കുകൊണ്ട് സങ്കടപ്പെട്ടവര്, നമ്മളെ കൈകൊണ്ട് വേദനിച്ചവര് ഇല്ലേ? പരലോകത്തൊന്നും വരൂലേ? എത്ര മനുഷ്യന്മാർ നമ്മൾ പറഞ്ഞിട്ട് എടാ ബാക്കിയുള്ളവൻ പറഞ്ഞത് അവിടെ കെട്ടെ, എല്ലാവരും വാപ്പാനിമാനും പറ്റി കുറ്റം പറഞ്ഞു, സാരല്ല ഓൾക്ക് അറിയാത്തോണ്ടല്ലേ. ഇന്നാലടാ പറഞ്ഞല്ലോ, ഈ പറഞ്ഞല്ലോ, ഈ ഞാൻ ഈ അങ്ങാടികൾ ഒന്നിച്ച് നടന്നാലടാ, ഈ നമ്മൾ ഒന്നിച്ച് മദ്രസയിൽ പഠിച്ചാലടാ, ഒരു മഹലിന്ന് ഖുത്ബ കേൾക്കുന്ന ആളല്ലടാ, ഈ കൂടി അതിന്റെ കൂട്ടത്ത് പറഞ്ഞു തന്നപ്പം ഇന്റെ നെഞ്ച് പെടച്ചടാ. എത്ര മനുഷ്യന്മാര് പറഞ്ഞിട്ട് നമ്മുടെ മുന്നിൽ വെച്ച് പറയാൻ കഴിയാത്തവർ വാതിൽ കുറ്റിയിട്ട് തലയണ മുഖത്തോട് ചേർത്ത് വെച്ച് കരഞ്ഞിട്ടുണ്ട്. പരലോകത്ത് വരൂല കൂട്ടരെ. നമ്മൾ അല്ലാണ്ട് പറഞ്ഞിട്ടുണ്ടോ? പടച്ചോനെ എന്റെ നാവ് കൊണ്ട് എന്റെ സംസാരം കൊണ്ടും കരഞ്ഞവരും സങ്കടപ്പെട്ടവരുണ്ട് പടച്ചോനെ പരലോകത്ത് കൊണ്ടല്ലേ? ഇല്ല. എന്തേ? ശൈത്താൻ അങ്ങനെ അച്ചടിച്ചു വെച്ചൊക്കെയാണ്. തൗഹീദ് ഉണ്ടടാ നരകത്ത് പോലടാ, ശിർക്ക് ചെയ്തിട്ടില്ലടാ നരകത്ത് പോലടാ, ഈ ഇരിക്കണ്ടടാ, അതൊക്കെ ഖുറാഫികൾ ചെയ്യേണ്ടതാടാ. ശൈത്താൻ നമ്മളെ പിടിച്ചു കൂട്ടരെ, ശൈത്താൻ നമ്മളെ പിടിച്ചു. യുവാക്കളെ, മക്കളെ, പ്രവാചകൻ പറഞ്ഞ് മിനൽ കബായിരി വൻ പാപത്തിൽപ്പെട്ടതാണ് മൻസത്തമ വാലിദൈ, ഒരാൾ ബാപ്പാനിമാനി തെറി വിളിക്കുക എന്നുള്ളത്. അത് നബി സഹാബാക്കൾ വെച്ച് ബാപ്പാനിമാനി മക്കൾ തെറി വിളിക്കോ? നബി പറഞ്ഞ വാക്കെന്താ അറിയോ? ഒരാൾ മറ്റൊരാളെ കൂട്ടുകാരന്റെ, ചങ്ങാതിയുടെ, ഇതര രാഷ്ട്രീയ പ്രവർത്തകന്റെ, ഇതര സംഘടനാ പ്രവർത്തകന്റെ, അയലോക്കക്കാരന്റെ, ജേട്ടന്റെ, അഞ്ചന്റെ, നാട്ടിലത്തെ വേറൊരാളെ ബാപ്പാനെ ചീത്ത വിളിച്ചാൽ, വാപ്പയുടെ തല എന്ന് വിളിച്ചാൽ, മിമ്പറിൽ നിന്ന് പറയാൻ പറ്റാത്ത വൃത്തികേട് മറ്റൊരാളുടെ വാപ്പയുടെ പേരിന്റെ കൂടെ വിളിച്ചാൽ മലക്കെന്താ ഇതൊക്കെ അറിയോ? നമ്മൾ നമ്മുടെ സ്വന്തം ബാപ്പാനിമാരും അതേ തെറി വിളിച്ചു. ഓന്റെ വാപ്പാനെ വിളിച്ച തെറി വിളിച്ച കുറ്റല്ലുണ്ടാകുക. നമ്മൾ നമ്മുടെ സ്വന്തം ബാപ്പാനിമാരും മരിച്ചുപോയ വാപ്പാനിമാരും തോന്നിയാസം വിളിച്ചതിന്റെ കുറ്റം മിനൽ കബായിരി. സാധാ പാപല്ല, വൻപാപാണ്. നമ്മൾ പശ്ചാത്തപിക്കണ്ടേ? ചെയ്തിക്കണോ? ഇല്ല. കാരണം ശൈത്താൻ ഉറപ്പിച്ച ചെക്ക തൗഹീദുള്ളോനെ പഴച്ചിട്ടില്ലടാ, ഈ ഉഷാറാണടാ, ഈ നാട്ടിൽ ആദ്യമായിട്ട് പള്ളി പോയത് നിങ്ങളെ നാട്ടിലാടാ, ആദ്യമായിട്ട് തറാവിക്ക് ഇത്ര പെണ്ണുങ്ങളാണെങ്കിൽ നിങ്ങളെ നാട്ടിലാടാ, അതുകൊണ്ട് നിങ്ങൾക്ക് പഴക്കൂലടാ. നമ്മൾ ഉണ്ടാകരുത്. ഞാൻ മോശാക്കി പറയില്ല, ഒരിക്കലല്ല. നമ്മുടെ ഹൃദയത്തിൽ എന്തിനേറെ സഹോദരിമാരെ, ഹജ്ജിനും ഉംറക്കും പോകുമ്പോഴേ എത്രയോ ഉമ്മമാര് പറയും, മൗലവി ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനാണ് നിങ്ങളെ പ്രാർത്ഥിക്കണ്ടേ? അള്ള കുട്ടിനെ കൊടുത്തു, കാനഡയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചൊക്കെയാണ്, കുട്ടി ഷർറാണ്. ഡോക്ടറാകാൻ വേണ്ടി പഠിക്കാണ്, കുട്ടി ഷർറാണ്. കല്യാണം കഴിഞ്ഞ് 4 മാസം ഗർഭിണിയായി, ബാക്കിയുള്ളവർ പറഞ്ഞ മോശാണ്. ഫ്രീക്കായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോഴേ ടൂർ പോകാനും മണാലിക്ക് പോകാനും ഇപ്പൊ കുട്ടി ഉണ്ടാകാൻ പാടില്ല. അബോർട്ട് ചെയ്തു. അറിയോ നിങ്ങൾക്ക്? എത്ര കുടുംബങ്ങളിൽ പടച്ചോൻ ജീവൻ കൊടുത്ത എത്ര മക്കളെ, ഉമ്മാരെ, ബാപ്പാരെ ഒത്താശ കൊണ്ട് ഇഞ്ചിഞ്ചായി കൊന്നിട്ടില്ലേ? ഇല്ലേ? ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചിട്ടുണ്ട്, എത്ര സമയം എടുക്കും ഒരു കുട്ടി മരിക്കാൻ? ചിലത് കുറഞ്ഞ മണിക്കൂർ, ചിലത് 8-10 മണിക്കൂർ വരെ എടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, 8 മണിക്കൂർ ഒരു കുട്ടി അള്ള കൊടുത്ത ജീവൻ ഇഞ്ചിഞ്ചായി ഒരു മിക്സിയിലേക്ക് 4 ആപ്പിള് വെട്ടിയിട്ട് അതൊന്ന് ക്രഷ് ചെയ്യുന്ന പോലെ, അടിച്ച് ജ്യൂസാക്കുന്ന പോലെ അടിച്ചു കൊന്നില്ല മക്കളെ? ഇല്ലേ? ആ കുട്ടിക്കെങ്ങാനും അല്ലാഹു സംസാരശേഷി കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. വാപ്പാരന്മാരെ, ഇമ്മച്ചേങ്ങൾ എന്തിനാ എന്നെ കൊല്ലണ്? ബാപ്പാങ്ങൾ എന്തിനാ എന്നെ കൊല്ലണ്? നിങ്ങൾക്ക് പോണോ? നിങ്ങൾക്ക് പ്രസവിച്ച് പോയിക്കൂടെ? കുട്ടി
കുട്ടിയില്ലാത്ത ആയിരക്കണക്കിന് ആളുകൾക്ക് നിങ്ങൾക്ക് ഇന്നെ കൊടുത്തൂടെ? അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചൂടെ? ഫിറഔന് ജനിച്ച കുട്ടിക്ക് ദുനിയാവുകാനുള്ള സൗകര്യം കൊടുത്തിരിക്കുന്നു കൂട്ടരെ. ഫിറൗന് നമ്മൾ മോശാക്കി പറയാണ്. ജനിക്കാനുള്ള അവകാശം പോലും കൊടുക്കാതെ ഗർഭാശയത്തിൽ വെച്ച് ജ്യൂസ് അടിച്ചു കൊന്നിട്ട് നമ്മൾ ഇന്ന് വരെ ഒരു പള്ളിന്റെ ഒരു സൈഡിൽ പോയിട്ട് പടച്ചോനെ കൊലപാതകം നടത്തിയിരിക്കണ്. ഇന്റെ വാക്കോണ്ട് എന്റെ മകൾ എന്റെ കുടുംബത്തിൽ ഒരു കുട്ടി പറക്കുന്നതിന് പകരം അബോർഷൻ ചെയ്തിരിക്കണ്. ഇന്റെ കിബറോണ്ടും വിവരമില്ലായ്മ കൊണ്ടും ഒരു കുട്ടിയെ കൊന്നിക്കണ് പടച്ചോനെ. അതുമായിട്ട് പരലോകത്ത് വരരുത്. ഉമ്മച്ചിയെ എന്തിനാ കൊന്നത് എന്നാ കുട്ടി പരലോകത്ത് എഴുന്നേറ്റ് നോക്കും, ചോദിക്കും, വെല്ലിമ്മ നിങ്ങൾ എന്തിനാ എന്നെ കൊല്ലാൻ വേണ്ടി പറഞ്ഞത് എന്ന് ചോദിക്കും. കേൾക്കാൻ കഴിയില്ല പടച്ചോനെ, അത് മുഴുവൻ നീ പുറത്തിരണമേ. ഇതൊന്നും പ്രാർത്ഥിക്കാതെ കൂട്ടരെ എവിടേക്കായി പെരുന്നാക്ക് പോണ്? 10 മിനിറ്റ് ഇരിക്കാൻ പള്ളിക്ക് നേരമില്ലാത്ത വിധം. ഞാൻ സങ്കടപ്പെടുത്തല്ല, പടച്ചോത് പുറത്തരും. ഒരു നിരാശയും പെടണ്ട, പടച്ചോൻ പുറത്തരും. നമ്മൾ തേടിയാ മതി, പടച്ചോൻ പുറത്തരും. ഒരു ജനിച്ച കുട്ടിയെ പോലെ ഹൃദയത്തെ പടച്ചോൻ മാറ്റിത്തരും. പടച്ചോണ്ട് എടുത്ത് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന് മാത്രം സമയം കണ്ടെത്തണം. 10 മിനിറ്റ് ഇനിയുള്ള ദിവസങ്ങളിൽ 10 മിനിറ്റ് വീട്ടിലോ ജോലി സ്ഥലത്തോ പള്ളിക്കലോ ഇരിക്കുക. മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുക. ഇരുന്നിട്ട് പടച്ചോനോട്, പടച്ചോനെ എന്റെ രഹസ്യം പറയാ, എന്റെ പരസ്യം പറയാ, എന്റെ കൈകൾ കൊണ്ട് നാവുകൊണ്ട് സംഭവിച്ചത് പറയാ, ഞാൻ വാക്കുകളോട് മോശമായിട്ട് പെരുമാറിയ പറയാ. പടച്ചോനെ ഇത് പുറത്തെറിഞ്ഞേ നാഥ, പരലോകത്തേക്ക് വെക്കില്ല നാഥ. പടച്ചോനെ കറുത്ത പുള്ളിയായി വെക്കില്ല നാഥ. വലത് കയ്യിൽ ഗ്രന്ഥം കിട്ടിന് തടസ്സമാകില്ല നാഥ. ഹൗദുൽ കൗസറിൽ വെള്ളം കിട്ടിന് തടസ്സമാകില്ല നാഥ. പടച്ചോണ്ട് പ്രാർത്ഥിക്കുമ്പം അറിയാതെ കണ്ണിന്ന് കണ്ണീര് വരും. പള്ളിക്കൊന്നൊരു യുവാവേ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ, പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വിറച്ചിട്ട് കണ്ണു നന്നായിട്ട് കണ്ണുനീര് വന്നു. പ്രാർത്ഥന കഴിഞ്ഞിട്ട് ചോദിച്ചു, എന്താടാന്ന് ചോദിച്ചു. വന്നിട്ട് പറഞ്ഞു, മൗലവി ഞാൻ എന്റെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലാണ്ട് പറയാൻ പറഞ്ഞ കൂട്ടത്തിലേ ഞാന് അല്ലാണ്ട് ഇങ്ങനെ പറയേനി. പടച്ചോനെ എനിക്ക് വിവരമില്ലാത്ത സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ തർക്കിച്ചതും വച്ച വെച്ചതും കച്ചറ കൂടിയതും എന്റെ വാപ്പാണ്ട് ഉമ്മാനോടാണ്. ഇപ്പൊ വിവരം വന്നപ്പോ പൊരുത്തപ്പെടിപ്പിക്കാൻ വാപ്പിമില്ല മൗലവി, വാപ്പിമില്ല. ഇന്ന് ബോധമുണ്ടായി, വാപ്പിമില്ല. നമ്മൾ പൈസ എടുത്ത പലരും ഇന്ന് കബറിലാണ്, നമ്മൾ കച്ചറ കൂടിയ പല ആൾക്കാർ കബറിലാണ്. എത്രയോ ആൾക്കാർക്ക് പൊരുത്തപ്പെടിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ട്. അള്ളാഹു പുറത്തരും, പടച്ചോൻ പുറത്തരും. പക്ഷെ പടച്ചോന്റെ മുന്നിൽ നമ്മളൊരു 10 മിനിറ്റ് ഇരിക്കണം കൂട്ടരെ. അങ്ങനെ ഇരിക്കുമ്പോൾ ഒറ്റക്കൊരു ഭാഗത്തിരിക്കുക, അള്ളാനെ പറ്റിയും അവനാനെ പറ്റി ആലോചിക്കുക. പെരുന്നാക്ക് പോകുമ്പോഴേക്കും മനസ്സ് ശുദ്ധമാകണം. പുതിയ വസ്ത്രം പോലെ, പുതിയ അത്തറ പോലെ, പുതിയ ചെരുപ്പ് പോലെ, പുതിയ ശരീരം പോലെ പുതിയ മനസ്സായി പോകണം. അപ്പൊ നമ്മളെ കണ്ണുന്നിങ്ങനെ കണ്ണീര് വരും. ഒറ്റക്കല്ലാണ്ട് വർത്താനം പറയുമ്പം പടച്ചോൻ നമുക്ക് അറസിന്റെ തണലിട്ട് തരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ തഖുല്ലാഹി ഇബാദല്ലാഹ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എന്ന് ഉണർത്തുകയാണ് സഹോദരങ്ങളെ. നമ്മൾ അവസാനത്തെ 10ലാണ്. അവസാനത്തെ 10 പരമാവധി ആളുകൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ സ്വർഗത്തിന് വേണ്ടിയുള്ള മത്സരമാണ് സത്യത്തിൽ റമദാൻ. നമ്മളെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാകണം. 30 റൗണ്ടാണ് മത്സരം. 30 റൗണ്ടാണ്. ഫല്യതനാഫസിൽ മുതനാഫിസുൻ. മത്സരിക്കുന്നവർ സ്വർഗത്തിന് വേണ്ടി അള്ളാനെ കാണാൻ വേണ്ടി മത്സരിക്കട്ടെ. ആ മത്സരത്തിൽ ഇറങ്ങി നമ്മൾ ആദ്യത്തെ 10 റൗണ്ട് കഴിഞ്ഞപ്പോഴേക്കും മടുത്തുപോയോലുണ്ട്. തുടക്കത്തിന്റെ ആവേശം നല്ല ഓട്ടം ഓടിയാണ്ട് 10 ആയപ്പോഴും മടുത്തുപോയുണ്ട്. പിന്നൊരു 10-20 കൂടി ആയപ്പോഴേക്കും പിന്നെ അങ്ങാടിക്ക് ഇറങ്ങിയാണ്ട് സോഡക്ക് നല്ല രസമുണ്ട്, മഞ്ഞളിട്ട ഉപ്പിലിട്ട സാധനമൊക്കെ നല്ല രസമുണ്ടെന്ന് തറാവി അടക്കുമ്പോൾ അവിടെ പോയി സിനിമാ പാട്ടും പോയി ചാടിക്കളിക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ട്. ഒരു പോയി ബാക്കിയുള്ള 10 നമ്മള്, ബാക്കിയുള്ള 10 പെട്ടോല നമ്മള്. നമുക്ക് സ്വർഗത്തിന്റെ വക്കോളം എത്തി നിൽക്കുകയാണ്. ശബ്ദം യസറഹു, ഒന്നുകൂടി ശരിയാകുക, അരക്കെട്ട് ഉറപ്പിക്കുക. നബി ചെയ്ത പോലെ അഹിയാലൈലഹു, രാത്രിയെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കുക. ഐഖലഹലു, മക്കളെയും കുടുംബത്തെയും കൂടി കൂട്ടി പള്ളിയും ദീനുമായിട്ട് ബന്ധിപ്പിക്കുക. പ്രവാചകൻ അവസാനത്തെ 10 എഴുത്തിക്കാഫിരിക്കും. പ്രവാചകന്റെ മരണശേഷം ഭാര്യമാരും എഴുത്തിക്കാഫിരിക്കും. നമ്മൾക്ക് നമ്മുടെ ജോലിയും സാഹചര്യങ്ങളും പരിഗണിച്ച് ചെയ്യാൻ പറ്റുന്ന എത്രയാണോ, യുവാക്കളെ 1 മണിക്കൂർ വരികയാണെങ്കിൽ 1 മണിക്കൂർ ഒരു 15 മിനിറ്റ് ഖുർആൻ ഓതുക. ഉദാഹരണം പറയണം, 1 മിനിറ്റാണ് അധികമെങ്കിൽ 15 മിനിറ്റ് ഖുർആൻ ഓതുക. നമുക്കറിയണ പ്രാർത്ഥനകൾ ഫോണിൽ നോക്കിയിട്ട് നമുക്കറിയണതൊക്കെ എല്ലാ പ്രാർത്ഥനയും 3 വീതം
റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന 3 വട്ടം ചൊല്ലുക. കിട്ടണതൊക്കെ ചൊല്ലുക. 3 വട്ടം തേടുന്നത് പ്രാർത്ഥനയ്ക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടാൻ കാരണമാകും. അങ്ങനെ നമ്മളൊരു 10 മിനിറ്റ് പ്ലാൻ ചെയ്യുക. 10 മിനിറ്റ് പ്രവാചകന്റെ പേരിൽ സ്വലാത്തില്ല, ബാക്കി 10 മിനിറ്റ് നമുക്ക് തൗബക്ക് കൂടി ഉപയോഗിച്ചാൽ 1 മണിക്കൂറായി. അത് കൂടുതൽ കൂടുതൽ എക്സ്റ്റൻഷൻ ചെയ്യുക. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ സംഗതിയിലും എഴുത്തിക്കാഫിന് പറ്റുന്നവർ എഴുത്തിക്കാഫിന് വരിക. ഉമ്മാരെ വാപ്പാരെ, അതിന് നമ്മുടെ പ്രായം കുറച്ചേ ഉണ്ടാവുള്ളൂ. നമ്മുടെ മുട്ടുംകാല് കുറച്ച് കഴിഞ്ഞാൽ വേദന തുടങ്ങും. ഇപ്പൊ തന്നെ നമ്മൾ കസേരയിലും അവിടെ ഇവിടെയാണ്. നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ഇരിക്കാൻ കഴിയില്ല, കാല് ധരിക്കാൻ തുടങ്ങിക്കണ്. ഭാവി അങ്ങോട്ടും കൂടുതൽ പ്രയാസമാണ് ആകുക. അതുകൊണ്ട് കിട്ടുന്ന സമയം പള്ളിയായിട്ട് ബന്ധമുണ്ടാകുക. അവസാനത്തെ 10 സജീവമാവുക. എഴുത്തിക്കാഫിലും ലൈലത്തുൽ ഖദർ പ്രതീക്ഷിച്ച് നമ്മൾ പള്ളിയിൽ സജീവാകുക. ലൈലത്തുൽ ഖദർ ലഭിക്കുക എന്ന് പറഞ്ഞാൽ 83 വർഷം തുടർച്ചയായി ഇബാദത്ത് ചെയ്തതിന്റെ പുണ്യ കിട്ടുക. നമ്മൾ പള്ളിക്ക് ലൈലത്തുൽ ഖദറിനെന്ന് പള്ളിക്കുണ്ടെങ്കിൽ 83 വർഷം തുടർച്ചയായി പള്ളിക്കെന്ന് ഇബാദത്ത് ചെയ്തതിന്റെ കൂലിയ കിട്ടുക. പള്ളിയിലേക്ക് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പറഞ്ഞ് വലത്തേകാല് വെച്ച് ലൈലത്തുൽ ഖദർ എന്ന് പ്രവേശിച്ചാൽ 83 വർഷം തുടർച്ചയായി പള്ളിയിലേക്ക് വലതുകാൽ വെച്ച് പ്രാർത്ഥിച്ചു വരുന്ന ഒരാൾക്ക് കിട്ടുന്ന പുണ്യ കിട്ടുക. ലൈലത്തുൽ ഖദറിന് നമ്മൾ തറാവീഹിനുണ്ടെങ്കിൽ 83 കൊല്ലം തുടർച്ചയായി പള്ളിയിൽ തറാവീഹ് റമളാനിൽ നിസ്കരിച്ചതിന്റെ കൂലി 83 കൊല്ലത്തെ കിട്ടും. നമ്മൾ സജീവാകുക, നമ്മുടെ ജോലി സമയം ക്രമീകരിക്കുക. നമ്മളാൽ കഴിയുന്ന രൂപത്തിൽ അവസാനത്തെ 10 ദിവസങ്ങളിൽ നമ്മൾക്ക് ഇനിയുള്ള സമയങ്ങളിൽ സജീവാകുക. സഹോദരങ്ങളെ, ആ സമയത്തും 10 മിനിറ്റ് 15 മിനിറ്റ് ഒഴിഞ്ഞിരിക്കുക. അതിന്റെ ഇടയ്ക്ക് പെണ്ണുങ്ങളെ കൊണ്ടാക്കാണ്ട്, കുട്ടിന്റെ മടിയിലിരിക്കാണ്ട്, ഓല വീട്ടിൽ കൊണ്ടാക്കാണ്ട് ഒന്നുമില്ല നമ്മളെ. ബാക്കി 23 മണിക്കൂറിന് അപ്പുറം ഓൽക്ക് വേണ്ടിട്ട് തന്നെ ജീവിക്കണേ. 15 മിനിറ്റ് നമ്മളെ അമ്മക്ക് വേണ്ടിട്ട് അല്ലാണ്ട് വർത്താനം പറയാ, പടച്ചോണ്ട് ശാന്തമായിരിക്കുക. അവന് നമ്മളതൊക്കെ പുറത്തരാൻ വേണ്ടി കാത്തിക്കാണ്. നമ്മൾ സമയം കളഞ്ഞു കുളിക്കരുത്. അവസാനത്തെ ദിവസങ്ങളാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ മുഴുവൻ തെറ്റുകുറ്റങ്ങളും റഹ്മാനായ നാഥ നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. കത്തിയാ നരകത്തിൽ നിന്നും കഠിനമായ ശിക്ഷയിൽ നിന്നും അതിശക്തമായ പരലോകത്തിൽ വിചാരണയിൽ നിന്നും നാഥ നീ ഞങ്ങളെല്ലാവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, അംബിയാ മുർസലീങ്ങളുടെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേരാൻ നാഥ നീ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബത്തിനും തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, റമളാൻ കഴിഞ്ഞ് പെരുന്നാളിന് പോകുമ്പോൾ പരിശുദ്ധമായ മനസ്സിന്റെ ഉടമകളായി പരിപൂർണമായ പാപമോചനം ലഭിച്ചവരായി മാറാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, റമളാനിൽ ഞങ്ങൾ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും നീ സ്വീകരിച്ച് റയ്യാൻ കവാടം സമ്മാനമായി നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് നീ സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയവർക്ക് നാഥ നീ ജീവിതത്തിൽ ഖബറിടം വിശാലമാക്കി കൊടുക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഗൾഫ് നാടുകളിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഞങ്ങളുടെ ബന്ധുമിത്രാദികൾക്ക് നാഥ സമാധാനവും സമാശ്വാസവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ കഷ്ടതകൾ അനുഭവിക്കുന്ന സാധുക്കളായ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് സമാധാനം നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ കൂട്ടത്തിൽ ശാരീരികമായും സാമ്പത്തികപരമായും ഒട്ടേറെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, ജീവിതത്തിൽ രോഗികളായി വീട്ടിൽ നിൽക്കുന്ന ആളുകളുടെ നാഥ, ആശുപത്രിയിലുള്ള ആളുകളുടെ നാഥ, വൈവാഹിക ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകളുടെ നാഥ, എല്ലാവരുടെയും പ്രയാസങ്ങൾ നീ ദൂരീകരിക്കണമേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങളുടെ മക്കൾ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി പഠിക്കാനും നല്ല മാർക്കോടുകൂടി വിജയിക്കുവാനും നാഥ നീ അവർക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, ലോകത്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ നേരിട്ടാലും ശിർക്കില്ലാതെ, ബിദ്അത്തില്ലാതെ, ഖുറാഫാത്തില്ലാതെ ധീര മുവഹിദുകളായി ജീവിച്ച് മരണപ്പെട്ടു പോകാൻ നാഥ നീ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണമേ റഹ്മാനെ. അല്ലാഹുവേ, പ്രവാചകന്റെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസറിലെ വെള്ളം വാങ്ങി കുടിക്കുവാനുള്ള മഹാസൗഭാഗ്യം ലഭിക്കുന്ന ഭാഗ്യവാന്മാരിൽ നാഥ നീ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കണമേ റഹ്മാനെ. നരകത്തിൽ നിന്ന് കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. اللهم اغفر للمؤمنات والمسلمين والمسلمات والأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو تحب العفو فاعف عنا. اللهم إنك عفو